ക്യൂട്ടീസ്, വെൽക്കം ബാക്ക് ടു എംസ് വ്ലോഗ്സ്. അപ്പോൾ ഇന്ന് വന്നിട്ട് നിങ്ങൾ കുറച്ച് പേരെങ്കിലും കമൻറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി പെഡിക്യൂർ വീഡിയോ ആണ് കേട്ടോ. സോ 2-3-4 സ്റ്റെപ്പൊക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ള നല്ല അടിപൊളി എഫക്റ്റീവ് ആയിട്ടുള്ള പെഡിക്യൂർ വീഡിയോ ആണിത്. ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഞാൻ കാണിക്കുന്നുണ്ട്. അത് മാത്രമല്ല, നമുക്ക് നമ്മുടെ കാല് നന്നായിട്ട് സോഫ്റ്റ് ആക്കാനും 2-3 ഷെയ്ഡ് ബ്രൈറ്റൻ ആക്കാൻ വേണ്ടിയിട്ടും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ഒരു ക്ലീൻ ഫീറ്റ് നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ടുള്ള ഒരു അടിപൊളി പെഡിക്യൂർ ആണ് കേട്ടോ. സോ ഞാൻ ഒരുപാട് മുന്നേ ഞാൻ പെഡിക്യൂർ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നതിൽ സ്റ്റെപ്സ് ഒക്കെ ഒന്ന് മാറ്റിയിട്ടുള്ള പെഡിക്യൂർ ആണ്. ഇപ്പോൾ റീസെന്റ് ഞാൻ ചെയ്യുന്ന പെഡിക്യൂർ ഒക്കെ അത് ഈ ഒരു രീതിക്കാണ് കേട്ടോ ചെയ്യാറുള്ളത്. സോ നമുക്കൊരു പാർലർ ലൈക്ക് ഒരു സ്റ്റെപ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് എന്നാൽ നമുക്ക് നാച്ചുറൽ ആയി വീട്ടിൽ തന്നെ അടിപൊളി നല്ല സോഫ്റ്റ് ഫീറ്റ് ഒക്കെ കിട്ടാനായിട്ട് 2-3 ഷെയ്ഡ് നമുക്ക് ബ്രൈറ്റൻ അപ്പ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി പെഡിക്യൂർ ആണ്. 2-3 സ്റ്റെപ്പ് നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു ഫംഗ്ഷന് മുന്നോ അല്ലെങ്കിൽ മന്ത്ലി നിങ്ങൾക്ക് ഒരു വൺസോ ട്വൈസോ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള അടിപൊളി എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പെഡിക്യൂർ ആണ് കേട്ടോ. സോ പെട്ടെന്ന് തന്നെ നമ്മുടെ വീഡിയോയിലിട്ട് കിടക്കാം. സോ പെഡിക്യൂർ ചെയ്യാനായിട്ട് ഫസ്റ്റിന് നമുക്ക് വേണ്ടത് നമ്മുടെ 2 കാലും ഒന്ന് വെള്ളത്തിൽ മുക്കി വെക്കാൻ പാകത്തിന് വലുപ്പമുള്ള ഒരു ബേസിനോ എന്തെങ്കിലും സ്റ്റീൽ പാത്രമോ എന്തെങ്കിലും ഒരു പാത്രം എടുക്കുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മുടെ കാല് നന്നായിട്ട് പൊള്ളി പോവാത്ത വിധം ഒരു പാകത്തിന് ചൂടുള്ള വെള്ളം വേണം. ചൂട് നിർബന്ധമാണ് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് കല്ലുപ്പാണ്. ഞാൻ കല്ലുപ്പാണ് കേട്ടോ ഏറ്റവും ബെസ്റ്റ്. നമുക്ക് അത് തന്നെ ഇട്ട് കൊടുക്കുക. അതൊരു 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് മൈൽഡായിട്ടുള്ള ഷാംപൂവോ അല്ലെങ്കിൽ ഹാൻഡ് വാഷോ ബോഡി വാഷോ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും എടുക്കുക കേട്ടോ. അതൊരു 1 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ബേക്കിംഗ് സോഡ ഒരു 1/4 to 1/2 ടീസ്പൂൺ ഇടയിൽ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നമുക്കിത് ഒരു 1/2 ലെമണിൻ്റെ ജ്യൂസ് കൂടെ ആഡ് ചെയ്യാം. എന്നിട്ട് ഈ ഒരു മിക്സ് ഇതേ നന്നായിട്ടൊന്ന് ഫോം ചെയ്തെടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോഴും ചൂട് വേണം കേട്ടോ. നമുക്ക് കാലതിൽ മുക്കി വെക്കുന്ന ടൈം വരെ അത് ചൂട് വേണം. സോ ഇനി 2 കാലും നമുക്കിത് മുക്കി വെച്ച് കൊടുക്കാം. ഇങ്ങനെ നമ്മളൊരു 15 മിനിറ്റ് എന്തായാലും കാല് നിർബന്ധമായിട്ട് മുക്കി വെച്ച് കൊടുക്കണം. നമുക്ക് ഡേറ്റൊക്കെ നന്നായിട്ടൊന്ന് ഡയല്യൂട്ട് ആവാനും നമ്മുടെ കാലൊന്ന് സോഫ്റ്റിനായി കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ്. അപ്പോൾ എനിക്ക് വന്നിട്ട് കാലൊന്ന് ഹെയർ റിമൂവ് ചെയ്യാനുണ്ട്. സോ നിങ്ങൾക്ക് ഈ ടൈമിൽ ഹെയർ റിമൂവ് ചെയ്യാനുണ്ടെങ്കിൽ ഈ ടൈം നിങ്ങൾക്ക് 15 മിനിറ്റ് വെറുതെ ഇരിക്കേണ്ട. ആ ഒരു ടൈം നമുക്ക് ഹെയർ റിമൂവ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ വാക്സ് അല്ല കേട്ടോ ചെയ്യുന്നത്, ഞാനിത് ഷേവാണ് ചെയ്ത് കൊടുത്തത്. സോ ഞാനത് പെട്ടെന്ന് ചെയ്ത് കൊടുത്തു. അത് ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കാൻ വേണ്ടി കാണിക്കുന്നില്ല. സോ 15 മിനിറ്റ്സ് ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ സമ്മറിൽ ഡെയിലി ബൈക്കിൽ പോയി എൻ്റെ കാല് നല്ല ടാനാണ് കേട്ടോ. ഞാൻ പെഡിക്യൂർ ഇപ്പോൾ ചെയ്തിട്ടും അത്യാവശ്യമായിട്ടുണ്ട്. സോ ഇനി നമുക്കിത് നന്നായിട്ട് നമ്മുടെ നെയിൽ പോളിഷ് ഉണ്ടെങ്കിൽ അതൊന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം. ഞാനിത് നെയിൽ റിമൂവർ വെച്ചിട്ട് നന്നായിട്ട് നെയിൽ പോളിഷൊക്കെ കളഞ്ഞു കൊടുത്തിട്ടുണ്ട്. സോ ഇപ്പോൾ 15 മിനിറ്റ്സ് ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് വെള്ളത്തിൻ്റെ കളറൊക്കെ മാറി ഡേർട്ടൊക്കെ നന്നായിട്ട് ഡയല്യൂട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ കയ്യിലുള്ള ഷാമ്പുവോ ബോഡി വാഷോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ കാലിലാക്കിയിട്ട് പെഡിക്യൂർ ബ്രഷ് ഉണ്ടെങ്കിൽ പെഡിക്യൂർ ബ്രഷ് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് കാലൊക്കെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ. സോ നിങ്ങളുടെ അടുത്ത് ഈ ഒരു കോംബോ ബ്രഷ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ നോർമൽ യൂസ് ചെയ്യാത്ത പഴയൊക്കെ ടൂത്ത് ബ്രഷ് ഉണ്ടാവുമല്ലോ അതെടുക്കാം കേട്ടോ. എന്നിട്ട് ഞാൻ കാലിൻ്റെ എല്ലാ സൈഡും നമ്മുടെ വിരലിൻ്റെ ഇടയിലും കാലിൻ്റെ ബാക്ക് സൈഡിലും ഈ ഒരു സൈഡിലൊക്കെ നന്നായിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ നമ്മൾ എന്തായാലും കുളിക്കുമ്പോൾ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ എന്തായാലും ചെയ്യത്തില്ല. സോ അത് കാരണം നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ വീഡിയോയിൽ ഞാൻ യൂസ് ചെയ്ത പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ വീഡിയോയിൽ. സോ അത് ഞാൻ ഇത്രയും സ്പീഡിലിട്ട് ഉറയ്ക്കുന്നൊന്നുമില്ല. ഞാൻ വീഡിയോ കുറച്ച് ഫാസ്റ്റ് ആക്കിയിട്ടുള്ളതാണ് കേട്ടോ. മാക്സിമം ഞാൻ ലോങ് ആക്കാണ്ട് നോക്കുന്നുണ്ട്. ഇനി അങ്ങനെ കാലിൻ്റെ ബ്രഷിംഗ് ഒക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി നമുക്കിത് നെയിലാണ് കേട്ടോ. നമ്മൾ നെയിൽ ഫോക്കസ് ചെയ്ത് തന്നെ നമ്മൾ ക്ലീൻ ആക്കുന്നുണ്ട്. നെയിലിൻ്റെ ഓരോ ഭാഗങ്ങളിടയിലും നന്നായിട്ട് ക്ലീൻ ആക്കി കൊടുക്കുന്നുണ്ട്. ഇതിനായിട്ട് ഞാൻ പഴയൊരു ടൂത്ത് ബ്രഷാണ് കേട്ടോ എടുത്തത്. അങ്ങനെ അതൊന്ന് കഴിഞ്ഞതിന് ശേഷം ഞാൻ ആ ഒരു വെള്ളമൊക്കെ കളഞ്ഞു. പുതിയൊരു ഫ്രഷ് വാട്ടർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ടൈമിൽ നമുക്ക് നെയിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. നെയിൽ വളർന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ടൈം കട്ട് ചെയ്ത് കൊടുക്കാം. എനിക്ക് കുറച്ച് വളർന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരുപാട് അങ്ങോട്ട് വെട്ടി ഭയങ്കരമായിട്ട് ചെറുതാക്കാറില്ല. പക്ഷേ ഞാനിപ്പോൾ ഒരു പാകത്തിനൊന്ന് വലുപ്പാക്കി കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ടൈം നെയിലൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടായിരിക്കും. കുറേ നേരം സോക്കായി നിന്നതല്ലേ. നെയിൽ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് നെയിൽ കട്ടറിൻ്റെ ഈ ഒരു സൈഡ് വെച്ചിട്ട് തന്നെ അല്ലെങ്കിൽ പെഡിക്യൂർ കിറ്റ് ഉണ്ട്. അത് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇവിടെ വീട്ടിലില്ല കേട്ടോ. സോ ആ ഒരു കിറ്റൊക്കെ നല്ല യൂസ്ഫുൾ ആണ്. അതുണ്ടെങ്കിൽ നമുക്കിത് ഇതുപോലെ ഒന്ന് ഷാർപ്നെസ്സൊക്കെ ഒന്ന് ട്രിം ചെയ്ത് കൊടുക്കാം കേട്ടോ. ജസ്റ്റ് നമുക്ക് ഷാർപ്നെസ് ഒഴിവാക്കി കൊടുക്കാം. അതുപോലെ നെയിലിൻ്റെ ക്യൂട്ടിക്കലിൻ്റെ ഈ ഒരു സൈഡൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാനുണ്ടാവും. അതുപോലെ ഇത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ. ഒന്ന് പുറത്തേക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നെയിൽ ക്യൂട്ടിക്കലിൻ്റെ ഏരിയയൊക്കെ നെയിൽ കുറച്ചുകൂടെ അവിടെയൊക്കെ ഇങ്ങനെ സ്കിന്നൊക്കെ ഇങ്ങനെ പോരാനായിട്ടുണ്ടായിരിക്കും കേട്ടോ. നെക്സ്റ്റ് സ്റ്റെപ്പ് വന്നിട്ട് നമ്മൾ അടിപൊളി ഒരു സ്ക്രബ്ബ് കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ. സോ ഈ ഒരു സ്ക്രബ്ബ് ഉണ്ടാക്കാനായിട്ട് ഞാനൊരു ബോഡി ലോഷൻ എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് ബോഡി ലോഷൻ എടുക്കാം. ഞാൻ വാസ്ലിൻ്റെ കോക്കോ ബോഡി ലോഷനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്.
ബോഡി ലോഷൻ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അലോവേര ജെല്ലും എടുക്കാം കേട്ടോ. അതിലോട്ട് നമുക്ക് നോർമൽ ആയിട്ടുള്ള കോഫി പൗഡർ ഒരു 2 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ അല്ല കേട്ടോ, നോർമൽ കോഫി പൗഡർ എടുത്തിട്ടുള്ള അത് കുറച്ചുകൂടെ തരി ആയിട്ടുണ്ടായിരിക്കും. അതിലേക്ക് പിന്നെ നമ്മൾ ഒരു 1/2 ടീസ്പൂൺ ടു 1 ടീസ്പൂൺ ഇടയിൽ ലെമൺ ജ്യൂസ് കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയതാണ്. സോ ഈ ഒരു സ്ക്രബ് വന്നിട്ട് നമുക്ക് നന്നായിട്ട് നമ്മുടെ ഫീറ്റിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ ഒരു സ്ക്രബ് വന്നിട്ട് നല്ല അടിപൊളി സ്മെല്ലും അതുപോലെ ശരിക്കും നമ്മൾ പാർലറിലൊക്കെ പോയി ചെയ്യുന്നൊരു ഫീലാണ് കേട്ടോ. നല്ല സോഫ്റ്റിനായിട്ടുള്ളൊരു സ്ക്രബാണ്. സോ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കാലിലൊരു 5 മിനിറ്റിനടുത്തെങ്കിലും നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ആ ഒരു കോഫി പൗഡറിൻ്റെ തരിയൊക്കെ ഉള്ളത് കാരണം നല്ലൊരു സ്ക്രബിങ് എഫക്റ്റാണ്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ക്ലീൻ ചെയ്ത് നഖത്തിലാവാണ്ട് വേണം ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ നമ്മുടെ നഖത്തിൻ്റെ ഇടയിലും ക്യൂട്ടിക്കിൾസിൻ്റെ ഇടയിലൊക്കെ അത് വീണ്ടും പോവും. സോ അത് ഞാൻ കണ്ടില്ലേ വിരലിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിലും നഖത്തിനടുത്ത് പോലും ആക്കിയിട്ടില്ല. സോ നിങ്ങൾ നഖത്തിൽ ആക്കാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. കൈ വെച്ചും ചെയ്യുക. ഇതുപോലെ സിൽക്കൺ ബ്രഷസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ യൂസ് ചെയ്യാം. ഈ ഒരു ബ്രഷ് നമുക്ക് 3 in 1 ആണ് കേട്ടോ. നമുക്ക് ഈ ഒരു ബ്രഷായിട്ടും അതുപോലെ പാക്ക് അപ്ലൈ ചെയ്യുന്ന ബ്രഷായിട്ടൊക്കെ യൂസ് ചെയ്യാം. സ്ക്രബിങ് എഫക്റ്റ് ഒക്കെ കിട്ടും. സോ അത് വെച്ച് നന്നായിട്ട് ഞാൻ സ്ക്രബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലെയിൻ വാട്ടറിൽ വെച്ചിട്ട് ഇത് വാഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ ടൈമും നിങ്ങൾ നഖത്തിൽ ഒരുപാടൊന്നും ആവാണ്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് പൈപ്പിൽ പോയിട്ട് അങ്ങനെ ബാത്റൂം പോയി കഴുകിയാലും മതി കേട്ടോ. ഇങ്ങനെ വെള്ളം എടുത്ത് കഴുകണം തന്നെ ഇല്ല കേട്ടോ. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ ഒരു സ്റ്റെപ്പിൽ തന്നെ നമുക്ക് നന്നായിട്ട് സ്കിൻ സോഫ്റ്റ് ആയിട്ടുണ്ട്, ബ്രൈറ്റൻ ആയിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് വന്നിട്ട് നമുക്കൊരു അടിപൊളി ഡീറ്റാൻ പാക്ക് ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്. ഇതൊരു സിമ്പിൾ പാക്കാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ 2 സ്പൂൺ അരിപ്പൊടി ഇട്ടിട്ടുണ്ട്. അതുപോലെ 1 ടീസ്പൂൺ കടലപ്പൊടി. ഇതിലേതെങ്കിലും ഒരെണ്ണം എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. സോ ഇത് രണ്ടും എടുത്തിട്ട് അതിലേക്ക് ഞാൻ ഒരു 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ, നോർമൽ വെളിച്ചെണ്ണ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളെടുത്തുള്ള ബോഡി ഓയിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഇതൊന്ന് മിക്സ് ആക്കി ഇതിലേക്ക് ഞാൻ പ്ലെയിൻ വാട്ടർ ആണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനിയല്ല നിങ്ങൾക്ക് കേർഡ് യൂസ് ചെയ്യണമെങ്കിൽ കേർഡും യൂസ് ചെയ്യാം. നല്ലൊരു ഡീറ്റാനിങ് പ്രോപ്പർട്ടിയാണ്. സോ ഇത് നന്നായിട്ട് മിക്സ് ആക്കിയതേ കുറച്ചൊരു സെമി കൺസിസ്റ്റൻസി ആക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് പാക്ക് വേണ്ടത് കേട്ടോ. സോ ഇത് നമുക്ക് ഒത്തിരി അങ്ങോട്ട് ഡ്രൈ ആയി പോവില്ല, എന്നാൽ നല്ലൊരു മോയ്സ്ചറൈസറായിട്ട് നല്ലൊരു എന്താ പറയുക ഹൈഡ്രേഷൻ കീപ്പ് ചെയ്യുന്ന ഒരു പാക്കാണ് കേട്ടോ ഇത്. ഇനി ഈ ഒരു പാക്കൊന്ന് അപ്ലൈ ചെയ്ത് നമുക്കൊരു 15 to 20 മിനിറ്റ്സ് കാലിൽ വെക്കാം കേട്ടോ. നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ നെയിലാവരുത് കേട്ടോ. നെയിലിൻ്റെ ഇടയിലൊന്നും പാക്കായി പോവരുത്. നന്നായിട്ടൊന്ന് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഫീറ്റിൽ മാത്രമല്ല കാലിന് മുകളിലൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഓരോ ക്ലിപ്പിങ്സിലും കാലിന് കളറിലൊക്കെ മാറ്റം തോന്നും. നല്ല ലൈറ്റിംഗ് ഇഷ്യൂ ഉണ്ട്. ഞാൻ വേറെ ഒരു ആർട്ടിഫിഷ്യൽ ലൈറ്റും ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ല. സിറ്റ് ഔട്ടിൽ നിന്ന് എടുക്കുന്നത്. എന്നിട്ടും തീരെ ക്ലാരിറ്റി ഇല്ലായിരുന്നു, കാരണം നല്ല മഴക്കാർ മൂടിയിട്ട് നിൽക്കുകയായിരുന്നു. ഞാൻ പിന്നെ ഒരു വിധമാണ് അഡ്ജസ്റ്റ് ചെയ്ത് എടുത്തത് കേട്ടോ. ഒരു 15 to 20 മിനിറ്റ്സ് വെച്ചിട്ട് പാക്ക് നമുക്ക് വാഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതാണ് നമുക്ക് കിട്ടിയ റിസൾട്ട്. വന്നിട്ട് നന്നായിട്ട് കാല് സോഫ്റ്റിനാക്കിയിട്ടുണ്ട്. ഡെഡ് സ്കിന്നെല്ലാം റിമൂവ് ആക്കാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നല്ല നീറ്റ് ക്ലീൻ ഫീറ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ പെഡിക്യൂർ ഒരു അടിപൊളിയായിട്ടുള്ള പ്രൊസീജിയറാണ്. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. മസ്റ്റായിട്ട് റിസൾട്ട് കിട്ടും. നല്ല നീറ്റ് ഫീറ്റ് കിട്ടും കേട്ടോ. ശേഷം ഞാനിത് കാലൊന്ന് ഡ്രൈ ആക്കിയിട്ട് പ്ലമ്മിൻ്റെ ഒരു ബോഡി ഓയിൽ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഹൈഡ്രേഷൻ ഒന്ന് കീപ്പ് ചെയ്യാനായിട്ട് ഒരു ബോഡി ലോഷൻ കൂടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അത് വാസ്ലിൻ്റെ കോക്കോ ഗ്ലോ എന്ന് പറഞ്ഞ ബോഡി ലോഷൻ അപ്ലൈ ചെയ്ത് കൊടുത്തേ. അങ്ങനെ ഇത് നമ്മുടെ പെഡിക്യൂർ ആ ഒരു പ്രൊസീജിയർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു നെയിൽ പോളിഷ് കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കാലിൻ്റെ ഭംഗിയിരിക്കുന്ന കളറിലോ മറ്റൊന്നിലോ അല്ല കേട്ടോ. നമ്മൾ എത്രത്തോളം കെയർ ചെയ്യുന്നു അതിൻ്റെ ഒരു നീറ്റ്നെസ്സിലാണ്. സോ നിങ്ങൾ മന്ത്ലി വൺസെങ്കിലും പെഡിക്യൂറൊക്കെ ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷന് മുന്നേ ഒക്കെ ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു സിമ്പിൾ പെഡിക്യൂർ സ്റ്റെപ്പാണ്. സോ ഇത് യൂസ്ഫുൾ ആവുന്ന ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കണ്ട. ഒരു ഡാർക്ക് ഷെയ്ഡ് നെയിൽ പോളിഷ് ഇത് ഞാൻ അപ്ലൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടമായി കേട്ടോ. സോ ഈ ഒരു വീഡിയോ നമുക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നത്. യൂസ്ഫുൾ ആയി കഴിഞ്ഞാൽ നമ്മുടെ പേജ് ഇഷ്ടപ്പെട്ട ചാനലൊന്ന് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.